ആദ്യമായിട്ടാണ് കേട്ടോ ഓറിയോന്റെ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ഷേക്കിൽ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. നേരത്തെ പറഞ്ഞത് എവിടേക്ക് എന്തൊക്കെയോ ആയിപ്പോയി. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ എനിക്കത് ആ ഒരു ഫ്ലോ കിട്ടണം. ഈ ഒരു ആളെ നിസാരത്തിന്റെ അല്ല ചക്കര മുറ്റിൽ. ഹലോ പഞ്ഞി എല്ലാവരും. ഹലോ പഞ്ഞി നോക്കിപ്പല്ലോ. ഹലോ ഹലോ. എങ്ങനെയുണ്ട് ചേച്ചിയുടെ വെക്കേഷൻ? So bad. Why? You don't have friends to play? Okay? എന്താ വേറെ ദിവസം എന്തുള്ള ഇതന്നെ കോൾ ചെയ്യോട്ടെ. ഓക്കെ, ഫ്രണ്ട്സിനെ വിളിക്കണം അല്ലേ? കൂട്ടുകാരെ വിളിക്കണം എന്നാ പറയണത് കേട്ടോ. നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇറങ്ങിക്കോടെന്ന് ഇറങ്ങി എനിക്കത് മിക്സി അടിക്കണ്ടേ? മിക്സി അടിക്കണം. ഇറങ്ങി മെൽറ്റൊക്കെ ആവും. മിക്സി അടിക്കണം. ഓക്കെ ബൈ. പോകോ ഞാൻ അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ബൈ. ഇൻട്രോ വന്നിട്ട് ഒരു അസാധ്യ തോൽവിയായി പോയിട്ടോ. അത് ഞാൻ ഇടാന്ന് കരുതി, പക്ഷെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. നീ അതറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം നമുക്ക് എന്തായാലും പണി തുടങ്ങിയാലോ? സമയത്തൊക്കെ എന്തായിരുന്നല്ലേ ഓറിയോ ഷേക്ക്, പിന്നെന്താണ് ഡാൽഗോണ അല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടോ ആ കാലമൊക്കെ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം വന്നപ്പോൾ ഞാൻ കരുതി വരാതിരിക്കട്ടെ, വരണ്ട. എന്നാലും ഞാൻ കരുതി ഇപ്പം എല്ലാവരും അകത്താവോ, യുദ്ധമൊക്കെ വന്നാൽ പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതി. പാലൊന്ന് മെൽറ്റായിട്ടുണ്ടായി. ഞാൻ ഇതിനിടയിൽ കുളിക്കാൻ പോയപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാനിതിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ. ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ ഇവിടെ രാത്രിയത്തെ അത്താഴം ഒന്നും അല്ല കേട്ടോ. അതിന് പകരം ഓറിയോ ഷേക്ക് അടിച്ച് കൊടുക്കാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ കരുതി നല്ല കാര്യമല്ലേ, പാലകത്ത് ചെല്ലുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഷാർജ തരാമെന്ന് പറഞ്ഞു. ഷാർജ ഷേക്ക് ആണെങ്കിൽ ഒരു പഴവും അകത്തേക്ക് ചെന്നോളുമല്ലോ. അപ്പോൾ അവർക്ക് ഓറിയോ ഷേക്ക് മതി, അത് മതി എന്നുള്ള നിർബന്ധം. അപ്പം ഞാൻ പാല് പുറത്ത് വെച്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് മെൽറ്റായി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെങ്കിലും അവർക്കിത് ഇത്തിരി ബിസ്ക്കറ്റും ഇത്തിരി പാലും എടുത്തിട്ട് ഒരു ഐസ്ക്രീം വെച്ച് കൊടുത്താൽ അവർ ഹാപ്പിയാണ്. ഐസ്ക്രീം സാധാരണ ഉണ്ടാവാറില്ല, എന്നാലും ഞാൻ ഓറിയോൻ്റെ ഒരു ചെറുത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് തന്നെ ട്രയൽ അടിക്കാം എന്ന് കരുതി. ഇവിടെ ഷുഗറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്താ പറയണത് ഭയങ്കര ഷുഗർ ഇഷ്ടമാണ്, ഒരാൾക്ക് ഒട്ടും ഷുഗർ ഇഷ്ടമല്ല. സെറക്കുട്ടിക്കാണ് ഷുഗർ ഭയങ്കര ഇഷ്ടം. ഇവക്കുട്ടിക്ക് പേസ്ട്രീസൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഷേക്കിലൊക്കെ അധികം ഷുഗർ ഇടുന്നത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ന്യൂട്രലായിട്ട് ഇട്ടു കേട്ടോ. തൊട്ടില്ല തൊട്ടു എന്ന രീതിയിൽ ഇട്ടു. കുറയ്ക്കാനും പറ്റില്ല കൂട്ടാനും പറ്റില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനുശേഷം ഞാൻ കരുതി കുറച്ച് പരിപാടികളും കൂടി എനിക്കുണ്ട് കേട്ടോ. ഓറിയോ ഐസ്ക്രീമിൻ്റെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന അത് ഫീലിംഗ് തന്നെ, പക്ഷെ ഒത്തിരി മധുരമില്ല കേട്ടോ ഐസ്ക്രീമിന്. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. എന്നാലും നമ്മുടെ വാനില ആയിരുന്നു ഇവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഇത് വാങ്ങുന്നില്ല കേട്ടോ. ഞാൻ ഇത്തിരി കഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്കുള്ള നമുക്ക് കറിയുടെ ചെറിയൊരു ഒരുക്കം നമുക്ക് ചെയ്യാം. അതായത് ഞാൻ ബീട്രൂട്ടാണ് ഇവയ്ക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. ബീട്രൂട്ടും പപ്പടവും കൊടുക്കാമെന്ന് കരുതി. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനപ്പോൾ ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ചോപ്പർ എനിക്ക് ഭയങ്കര കൈവഴക്കമുള്ള ചോപ്പറാണ് കേട്ടോ. ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവരുടെ ചോപ്പർ യൂസ് ചെയ്തിട്ട് ഞാനത് പൊട്ടിച്ച് കയ്യിലോട്ട് കൊടുത്തു. കാരണം എനിക്ക് അത്ര മരുങ്ങുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പം ഞാൻ നല്ല രീതിയിൽ റഫായിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ, നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ എൻ്റെ നാവ് കൊണ്ട് എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ. ഇതിന് സംഭവം നല്ല ചോപ്പറാണ് കേട്ടോ. വലിയ വിലയൊന്നും ആയില്ല, എനിക്ക് ഓഫറിന് കിട്ടിയതാണ്. ചോപ്പർ ഇപ്പം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു സംഭവമല്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു ചോപ്പർ അല്ലേ. അങ്ങനെ അതെ നമ്മളുടെ ഫുഡൊക്കെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇത് അടുത്ത ഡേയിലുള്ള മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കളഞ്ഞിട്ടൊരു പരിപാടി നമുക്കില്ലല്ലോ. പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടോ? എന്താണെങ്കിലും ക്ഷമിച്ചേക്കട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഞാൻ വെജിറ്റബിൾ മസാല ഇത്തിരി ഇട്ടായിരുന്നു. എന്നിട്ട് നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കത് കുറച്ച് വെജിറ്റബിൾ കറി ഉണ്ട് എൻ്റെ അടുത്തേ. കുറച്ച് വെജിറ്റബിൾ കറി, പൊട്ടറ്റോയും ക്യാരറ്റിൻ്റെ ഒരു കറിയുണ്ട്. അപ്പോൾ ആ കറിയിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഗ്രേവി കിട്ടുകയും ചെയ്യും. അത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം എന്നാണ് ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പനീർ ഇവിടെ ഇവയ്ക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല, സെറയ്ക്കും ഭയങ്കര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം. നല്ലതാണല്ലോ, നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അധികം നോൺ യൂസ് ചെയ്യാത്തവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണെന്നും പറയാം. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് ആ വെജിറ്റബിൾ കറി കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇച്ചിരി വെജിറ്റബിൾ കറി ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഉച്ചക്കലത്തേക്ക് വേറെ എനിക്ക് ഇനി കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതങ്ങ് ഇതിലേക്ക് ഇട്ടു. രാവിലെ തന്നെ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് മടിയായി, കാരണം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ളൊരു സമയമാണല്ലോ. അപ്പം പിന്നെയും ഒരു കുക്കിങ്ങിലേക്ക് പോകാമെന്നുള്ളത് ഞാൻ മടിച്ചിയായതുകൊണ്ട് എനിക്ക് മടിയായി, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ പിന്നെ ബ്രെഡിൻ്റെ കൂടെ അത് വെച്ച് ബ്രെഡും കഴിച്ച് ബ്രെഡ് വേറെ ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തിന് മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ചൂടാക്കി കൊടുക്കും, എനിക്ക് അല്ലെങ്കിൽ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇതും പിന്നെ പനീറിൻ്റെ എന്താ ഈ കറിക്ക് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല, ആ പേരില്ലാത്ത നമ്മുടെ കറിയും പിന്നെ 2 മുട്ടയും പിന്നെ 3 ബ്രെഡും. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അങ്ങനെ നല്ല എന്താ പറയുക, നല്ല റിലാക്സ് ആയിട്ടിരുന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. പുറത്തൊക്കെ എന്താണെങ്കിലും ഒരു ചൂട് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് രാവിലത്തെ വെയിലകത്ത് കയറ്റുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ സെറക്കുട്ടി ഇന്ന് പതിവിലും നേരത്തെ എണീറ്റു, എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ എണീറ്റു കേട്ടോ. ഒരു 9:30 ആയപ്പോൾ എണീറ്റു. പുള്ളിക്കാരത്തി എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആവും, ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ. പക്ഷെ നേരത്തെ എണീറ്റ് നന്നായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട്, നെക്സ്റ്റ് അല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർക്ക് റീ ഓപ്പണിംഗ് ഒക്കെ ആണല്ലോ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് എല്ലാം ചെയ്തിട്ട് എന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ TV ഇട്ടിട്ട് ഇങ്ങനെ മന്ദമായിട്ട് കഴിക്കുകയുള്ളൂ. കാരണം എൻ്റെ ഏറ്റവും മീ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സമയമാണ്. ഇനി അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ടും ചോറുമാണ് ഇന്ന്. വേറെ അവൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല, വലിയ കാര്യമല്ല പനീറും ബ്രെഡും. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെറക്കി ബീട്രൂട്ട് എങ്ങനെയെങ്കിലും ബീട്രൂട്ട് അകത്തേക്ക് പോട്ടെ എന്ന് കരുതി. കഴിച്ചോളൂ ആൾ. പക്ഷേ ഇങ്ങനത്തെ നമ്മൾ എന്താ പറയുക, ചിക്കനൊക്കെ ആണെങ്കിൽ തന്നെ കഴിച്ചോളും. ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തന്നെ അവർക്ക് വാരി കൊടുക്കണം. അപ്പോൾ ഓരോരോ ബോളാക്കി വെച്ച് കൊടുക്കാനൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ആ ബോളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇന്ന് മൊത്തം അവിടെ ഇരിക്കും, എൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ചോറിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിള്ളേരാണെങ്കിലും നോക്കിയിരിക്കുന്ന കാണുന്നതൊക്കെ ഒരു ദേഷ്യം, എനിക്കൊന്നുമില്ല. അപ്പം ഞാൻ വാരി കൊടുത്തു. അതിനുശേഷം ഇതാണ് എൻ്റെ ഉച്ചക്കലത്തെ കറി. പപ്പടം ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മുടെ കുറച്ച് സോയാ ചങ്ക്സ് വറുത്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, പിന്നെ സെറക്കുട്ടിക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. സാമ്പാറൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എളുപ്പമായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണ്ടായത്. കറി ഇതായിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ടാസ്ക്കാണ്. വേറെ ഒന്നല്ല, നമ്മളുടെ കിച്ചണിൻ്റെ നമ്മളുടെ കബോർഡ്സിലൊക്കെ നിറച്ചും എന്താ പറയുക ഓയിലിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ. ഇത് വരുമ്പോൾ തന്നെ നമ്മൾ കളഞ്ഞു കൊടുത്താലുണ്ടല്ലോ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ വീടിങ്ങനെ മോപ്പ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഞാൻ ഒരുമിച്ച് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഒരുമിച്ച് ചെയ്യണ പരിപാടി നിർത്തി. കാരണം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ആ ദിവസം വേറൊന്നും മീൻസ് എനിക്ക് ഈവനിങ് ആകുമ്പോൾ തിരക്കാണല്ലോ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള മൂഡും ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ചിച്ച് ചെയ്യാമെന്ന് കരുതി. പക്ഷേ കിച്ചൺ കബോർഡ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ മുകളിലത്തെ കബോർഡ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്തു. കാരണം നമ്മൾ ഈ സാം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ഡീപ്പായിട്ട് കബോർഡ്സൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അങ്ങ് നമ്മൾ തുടയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് തുടയ്ക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ആ സൈഡിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഹോബല്ല ചിമ്മിനിയുടെ സൈഡിലൊക്കെ നിറച്ചും ഇങ്ങനെ തെറിച്ചിരിക്കുന്ന പാടും എണ്ണമായും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ. കൈ എത്തിയില്ല, പിന്നെ വലിഞ്ഞു മുറുകി കയറേണ്ട വന്നു. മറ്റേ നമ്മുടെ കസേര ഇട്ടിട്ട് കയറിയിട്ട് തുടച്ചു. അറിയാൻ പറ്റുമല്ലോ ഈ സംഭവം മൾട്ടിവുഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. മറ്റേ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിക്കോളും. പിന്നെ ഇതിൻ്റെ ചിമ്മിനിയുടെ മുകളിലൊന്നും അധികം പൊടിയൊന്നുമില്ല. ഞാൻ തുടയ്ക്കാറുള്ളതാണല്ലോ. എന്താണല്ലോ ഒരു വീട്ടമ്മയാവാൻ പറ്റും, എന്താ പറയുക ഭാര്യ ആവാൻ പറ്റും, അമ്മയാവാൻ പറ്റും, അതിൻ്റെ ഒപ്പം തന്നെ സ്പൈഡർമാൻ ആവാൻ പറ്റും എന്നാണ് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇപ്പോഴല്ല, എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്പൈഡർമാൻ്റെ മൂവിയിൽ അയാൾ പോണ പോലെ എനിക്ക് തോന്നി വോയിസ് ഓവർ കണ്ടപ്പോൾ. ഇങ്ങനെ പോകുന്നൊരു സീനില്ലേ, എന്ത് പറയാനാന്നേ, ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് എനിക്ക് വേറെ ഒന്നല്ല, ഒത്തിരി സോപ്പ് മുക്കി തുടയ്ക്കേണ്ടതായിട്ട് വന്നു. അത്ര അധികം ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാന്ന് എണ്ണയൊക്കെ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പുറത്തെ കിച്ചണിൽ മീൻ വറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കിച്ചൺ അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഗ്യാസ് ഉണ്ട്, എന്നാലും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര വെയിലാണല്ലോ, അപ്പം നമ്മൾ അകത്ത് തന്നെ അങ്ങോട്ട് വറക്കും. പിന്നെ ഈ സാമിനെയൊക്കെ നമ്മൾ മീൻ വറുത്തതാന്ന് പറഞ്ഞൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് തോന്നുന്ന സമയമാകുമ്പോഴേക്കേ വരത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് വറുത്തങ്ങ് പിന്നെ അങ്ങ് എടുത്ത് ഞാൻ തന്നെ അങ്ങ് ചെയ്യും. അതാണ് എന്ത് ചെയ്താലും. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് ചിക്കൻ കഴുകിത്തരാൻ പറഞ്ഞിട്ട് ചിക്കൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതുണ്ടാവില്ല, മജ്ജയെന്നല്ലേ അതിനെ പറയാം, റെഡ് കളറിലെ സംഭവമൊക്കെ ഉണ്ടാവില്ലേ ചിക്കൻ മീറ്റിൻ്റെ ഉള്ളിൽ, അതൊന്നും കളയാണ്ട് ഞാൻ കഴിയെന്ന് പറഞ്ഞു. എന്നോട് കഴുകി കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെഡ് കളറിലെ ചോരയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് തിന്നുന്ന മനുഷ്യാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ വന്നിട്ട് പിന്നെയും ആ റെഡ് കളറിലൊക്കെ കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകിയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ
കുറച്ച് സോപ്പ് പൊടിയിട്ട് കഴുകായിരുന്നില്ല, പിന്നെ എളുപ്പമായില്ലായിരുന്നു ഒന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണത്, അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ അതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പറയാനുള്ളത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അത് ലാസ്റ്റ് ഇങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതേ കണ്ടില്ലേ ഏകദേശം അവിടെ ഉള്ളിൽ കബോർഡ്സിൻ്റെ ഉള്ളൊക്കെ നല്ല വേറെ ക്ലീനാണ് കേട്ടോ, വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണല്ലോ. പക്ഷേ ആ സൈഡിൽ ഇത്തിരി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ തുടയ്ക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തുടച്ച് കളഞ്ഞതാണ് കേട്ടോ. അമ്മ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ പാടാവും, പിന്നെ അത് പിന്നെ ഒരിക്കൽ പോവാത്ത രീതിയിലാവും. അപ്പം ഞാനപ്പോൾ അത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം താഴത്ത് നാളെ നമുക്ക് തുടയ്ക്കാമെന്ന് കരുതി. അപ്പം തുടച്ചപ്പോൾ തന്നെ കണ്ടില്ലേ എന്തിനധികം വർക്കൗട്ട്, കാരണം സ്വെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ സ്വെറ്റായിട്ടോ. ഇങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക? നമ്മുടെ ബോഡി ക്ഷീണിച്ചു പോവില്ലേ ഒത്തിരി, കണ്ടില്ലേ. അതിനുശേഷം ആ ഭാഗത്തൊക്കെ അധികം പൊടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. ഉച്ചയൂണെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവ വരാനുള്ള നേരമായി. ഇനിയിപ്പോൾ ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവയ്ക്ക് ദോശയാണ് ഞാൻ കൊടുക്കാമെന്ന് കരുതിയിരിക്കുന്നത്. കറി ഓൾറെഡി ഉണ്ടല്ലോ, ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അവൾക്ക് ദോശയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുക്ക് ചെയ്തൊക്കെ വെക്കട്ടെ കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറേയായി. അപ്പം ഞാനപ്പം ഇന്ന് മാതാവിനും നമ്മുടെ പുണ്യാളനും ഒരു തിരി കത്തിച്ച് വെക്കാമെന്ന് കരുതി. കുറച്ച് ദിവസമായി അവിടെ തിരി കത്തിച്ചിട്ട്. അപ്പം ഞാനതിന് ശേഷം തിരി കത്തിച്ച് കഴിഞ്ഞിട്ട് ചെന്നിട്ട് കുളിക്കാമെന്ന് കരുതി. എന്നിട്ട് പിന്നെ ഇവയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഒന്നുമില്ല, വെറുതെ അവിടെ മിണ്ടാതെ ഇരിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാ പണി ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ബൈ, see you, have a great day to all, bye bye.